إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഈമാനിന്റെ അടിസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അഖീദ പഠിക്കുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ആമുഖ സംസാരത്തിൽ ഉണർത്തിയിട്ടുണ്ടാകും. അതിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്തു വെക്കാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഉദ്ദേശിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അഖീദ പഠിക്കുന്നത്? ഓരോ മുസ്ലിമിന്റെയും മനസ്സിൽ ഉത്തമ ബോധ്യമുള്ള കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫളലിന് ശേഷം നമുക്ക് പരലോകത്ത് നരകമോചനം സാധ്യമാക്കുന്നതും സ്വർഗപ്രവേശനം സാധ്യമാക്കുന്നതുമെല്ലാം ശരിയായ വിശ്വാസവും അതുപോലെ സ്വാലിഹായ കർമ്മങ്ങളുമാണ്. അത് ഓരോ മുസ്ലിമിനും ബോധ്യമുള്ള കാര്യമാണ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അമലുസ് സ്വാലിഹാത്ത്, മറ്റൊന്ന് ശരിയായ വിശ്വാസം. ശരിയായ വിശ്വാസം എന്ന് പറഞ്ഞാൽ സലഫുസ് സ്വാലിഹുകളുടെ വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, فإن آمنوا بمثل ما آمنتم به فقد اهتدوا. സഹാബികളെ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അഹ്ലു കിതാബുകാർ, മക്കയിലെ മുശ്രിക്കീങ്ങൾ അവരെല്ലാം വിശ്വസിച്ചിരുന്നെങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലാകുമായിരുന്നു. സഹാബത്തിന്റെ വിശ്വാസമാണ് ഹിദായത്തിനുള്ള മാർഗം. ആ സഹാബത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയ വിശ്വാസങ്ങളെല്ലാം വലാലത്തിന്റെ വ്യത്യസ്ത രീതികളും മാർഗങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ സഹാബത്തിന്റെ വിശ്വാസം പഠിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ജീവിത മോക്ഷവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം. നാളെ പരലോകത്ത് സമ്പത്തും മക്കളും പ്രയോജനം ചെയ്യുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം,
ഖൽബുൻ സലീമാണ് പരലോകത്ത് ഉപകാരപ്പെടുക. ഖൽബുൻ സലീമിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായി അവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് പഴച്ച വിശ്വാസങ്ങളിൽ നിന്ന് സുരക്ഷിതമായ ഹൃദയമാണ് ഖൽബുൻ സലീം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അഖീദ എന്ന് പറയുന്നത്. ശരിയായ സലഫി ദഅവത്ത് അതിന്റെ ശരിയായ സലഫി ദഅവത്ത് അത് കേന്ദ്രീകരിക്കപ്പെടുന്നത് അഖീദ പഠിക്കുന്നതിലും അത് പ്രചരിപ്പിക്കുന്നതിലുമാണ്. നമുക്ക് ശരിയായ ദഅവത്ത്, ശരിയായ സലഫി റൂട്ടിൽ പോകുന്ന ദഅവത്തുകളാണോ എന്ന് നമ്മുടെ നാട്ടിലും മറ്റൊക്കെയുള്ള ദഅവത്തുകളെ പരിശോധിക്കാനുള്ള ഏറ്റവും പ്രത്യക്ഷമായ അടയാളമെന്ന് പറയുന്നത് ഇഹ്തിമാമുഹും ബിൽ അഖീദത്തി സഹീഹ, ശരിയായ അഖീദയുമായിട്ട് അവർക്കുള്ള ഇഹ്തിമാം, അതിന്റെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് അത് പഠിപ്പിക്കുന്ന കാര്യത്തിൽ, അതുപോലെ അഖീദയ്ക്ക് പുഴുക്കുത്തുണ്ടാക്കുന്ന കാര്യങ്ങളെ ഗൗരവത്തിലെടുക്കുന്നുണ്ടോ, വിശദമായിട്ടുള്ള പഠനം അഖീദ രംഗത്ത് നടക്കുന്നുണ്ടോ, അതല്ല മറ്റു കാര്യങ്ങളിലാണോ, ദഅവ എന്ന പേരിൽ മറ്റു കാര്യങ്ങളിലാണോ ശ്രദ്ധ? ഇത് നോക്കിക്കഴിഞ്ഞാൽ ആ ദഅവത്ത് ശരിയായ രീതിയിലുള്ള ദഅവത്താണോ എന്ന് വിലയിരുത്താൻ നമുക്ക് സാധിക്കും. അലാ കുല്ലി ഹാൽ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അഖീദ, അതിന്റെ പഠനവും അതിന്റെ പ്രായോഗികവൽക്കരണവും എന്ന ആമുഖത്തോടുകൂടി അർക്കാനുൽ ഈമാനിൽപ്പെട്ട അൽ ഈമാനു ബിൽ കുതുബ്, കിതാബുകളിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനങ്ങൾ മാത്രം പറയാനാണ് ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളിൽപ്പെട്ടതാണ് സന്മാർഗവും ദുർമാർഗവും സത്യവും അസത്യവും വേർതിരിക്കുന്ന, അവർക്ക് ഇഹലോകത്തും പരലോകത്തും അവരുടെ നന്മകൾ എന്തിലാണ് അടങ്ങിയിട്ടുള്ളത് എന്നവർക്ക് വിവരിച്ചു കൊടുക്കുന്ന കിതാബുകൾ അവർക്ക് നൽകി എന്നുള്ളത്. കിതാബുകൾ പ്രവാചകന്മാർ മുഖേന അവരിലേക്ക്, മനുഷ്യന്മാരിലേക്ക് അവതരിപ്പിച്ചു എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള വലിയ നിഅമത്തുകളിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും പൂർത്തീകരണമായി അതിലുള്ള എല്ലാ നന്മകളെയും ഒരുമിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആൻ, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഈ സന്മാർഗത്തിന്റെ ഗ്രന്ഥം, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്താണ്. ആ നിഅമത്ത് നമ്മൾ അത് നിഅമത്താണെന്ന് തിരിച്ചറിയുകയും ആ നിഅമത്തിനെ ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽ ബാധ്യതയാണ്. സഹോദരങ്ങളെ, വിശ്വാസ കാര്യങ്ങളിൽ മലക്കുകളിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ പിന്നീട് അർക്കാനുൽ ഈമാനിൽ നമ്മൾ പഠിക്കുന്നതാണ് അൽ ഈമാനു ബിൽ കുതുബ്, വേദഗ്രന്ഥങ്ങളിലുള്ള അല്ലെങ്കിൽ കിതാബുകളിലുള്ള വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള എല്ലാ കിതാബുകളിലും വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അർക്കാനുൽ ഈമാനിൽ
ഏതെങ്കിലും ഒന്നിൽ ഒരാൾ വിശ്വസിക്കാതിരുന്നാൽ മറ്റുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ചതുകൊണ്ടും അയാളുടെ ഈമാൻ പൂർത്തിയാകുകയില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ പറയാണ്, ഞാൻ എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുന്നുണ്ട്, മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ കുതുബുകളിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമല്ല. എല്ലാ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുകയാണ്, ഖൂലു ആമന്നാ ബില്ലാഹ്, ഖൂലു ആമന്നാ ബില്ലാഹ്. ഖൂലു എന്നുള്ളത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു അസ്സദഉ ബിൽ ഹഖ്, അത് പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള ആജ്ഞാപനമാണ്. ഖൂലു എന്നുള്ള പ്രഖ്യാപനം ഖുർആനിൽ എവിടെ കണ്ടോ അതിനുശേഷം വരുന്ന കാര്യം അത് പരസ്യമാക്കാനുള്ള കൽപ്പനയാണ് ആ വാചകത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഖുൽ ഹുവല്ലാഹു അഹദ്. അതുപോലെ ഖുർആനിൽ എവിടെയെല്ലാം ഖുൽ അല്ലെങ്കിൽ ഖൂലു എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനുശേഷം പറയുന്ന കാര്യം രഹസ്യമാക്കാനുള്ളതല്ല, പരസ്യമായി പ്രഖ്യാപിക്കാനുള്ളതാണ്. ഖൂലു ആമന്നാ ബില്ലാഹ് വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹിം. ഞങ്ങളിതാ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അതുപോലെ ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഖുർആനിൽ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില ഇലാ ഇബ്രാഹിം വ ഇസ്മാഈൽ വ ഇസ്ഹാഖ വ യാഖൂബ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും അദ്ദേഹത്തിന്റെ മക്കൾക്കും എല്ലാം നൽകപ്പെട്ടതിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. വമാ ഊതിയ മൂസ വ ഈസ വമാ ഊതിയ നബിയ്യൂന മിൻ റബ്ബിഹിം. അതുപോലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകപ്പെട്ടതിൽ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകപ്പെട്ടതിൽ, അതുപോലെ അവർക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതിൽ, ഇവർക്കെല്ലാം നൽകപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത്, അത് പ്രഖ്യാപിക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാർക്കും വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان. അല്ലാഹു സുബ്ഹാനഹു വ തആല ബയ്യിനാത്തുകളുമായി അഥവാ പ്രവാചകന്മാരുടെ സത്യതയെ ബോധ്യപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളുമായി അല്ലാഹു പ്രവാചകന്മാരെ അയച്ചു. വഅൻസൽനാ മഅഹുമുൽ കിതാബ്. ആ പ്രവാചകന്മാർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബുകൾ, ഗ്രന്ഥങ്ങൾ നൽകുകയുണ്ടായി. كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين. മനുഷ്യന്മാരെല്ലാം അഭിപ്രായ വ്യത്യാസമില്ലാതെ തൗഹീദിലായി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം, അതിനുശേഷം അവർ അഭിപ്രായ വ്യത്യാസത്തിലായി. ഫബഅസ അല്ലാഹു നബിയ്യീൻ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അമ്പിയാക്കന്മാരെ അയച്ചു. മുബശ്ശിരീന വ മുൻദിരീൻ. സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നവരും നരകത്തെക്കുറിച്ച് താക്കീത് നൽകുന്നവരുമായ അമ്പിയാക്കന്മാരെ. വഅൻസല മഅഹുമുൽ കിതാബ ബിൽ ഹഖ്. ആ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബുകൾ നൽകുകയുണ്ടായി. അപ്പോൾ എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബുകൾ നൽകിയിട്ടുണ്ട്. ആ കിതാബുകളിൽ മൊത്തത്തിൽ വിശ്വസിക്കുക. ഞാനിവിടെ ഇൻഷാ അല്ലാഹ് ആ കാര്യം ഇവിടെ വായിക്കും. ആ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതിലെല്ലാം മൊത്തത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് കിതാബുകളിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശർഹു ഉസൂലുൽ ഈമാൻ എന്നുള്ള ഗ്രന്ഥത്തിൽ 4 കാര്യങ്ങളിൽ വിശ്വസിച്ചാലാണ് കിതാബുകളിലുള്ള വിശ്വാസം പൂർണ്ണമാകുക എന്ന് പറയുന്നുണ്ട്. ആ 4 കാര്യങ്ങൾ ഒന്ന് വായിച്ച് അതിനെ ചെറിയ രൂപത്തിൽ ഒന്ന് വിശദീകരിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിലുള്ള നോട്ടിലേക്ക് ശ്രദ്ധിക്കുക. അൽ ഈമാനു ബിൽ കുതുബ്.
الإيمان بالكتب يتضمن 4 أمور. الإيمان بالكتب يتضمن 4 أمور. കിതാബുകളിലുള്ള വിശ്വാസം അത് 4 കാര്യങ്ങൾ ഉൾക്കൊണ്ടതാണ്. 4 കാര്യങ്ങളിൽ വിശ്വസിച്ചാലാണ് കിതാബുകളിലുള്ള വിശ്വാസം പൂർണ്ണമാകുക. ഒന്നാമത്തേത് അൽ ഈമാനു ബിഅന്ന നുസൂലഹാ മിൻ ഇൻദില്ലാഹ്. അൽ ഈമാനു ബിഅന്ന നുസൂലഹാ മിൻ ഇൻദില്ലാഹ്. ഒന്നാമത്തേത് ഈ കിതാബുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണെന്ന് വിശ്വസിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇവയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണ് എന്നുള്ള വിശ്വാസമാണ് ആദ്യത്തെ പടി. ഇവയെല്ലാം അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ് ഇവയെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനാണെങ്കിലും തൗറാത്താണെങ്കിലും ഇൻജീലാണെങ്കിലും മറ്റുള്ള പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതാണെങ്കിലും അതെല്ലാം അല്ലാഹുവിന്റെ സംസാരമാണ്. ഒരിക്കലും ആ പ്രവാചകന്മാരുടെ സംസാരമല്ല, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമല്ല, ജിബ്രീലിന്റെ സംസാരമല്ല, മറിച്ച് അത് അല്ലാഹുവിന്റെ സംസാരമാണ്, അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ കലാം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമുകളെ പണ്ഡിതന്മാർ 3ആയി വേർതിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പല പണ്ഡിതന്മാരും അല്ലാഹുവിന്റെ കലാം അത് 3 രൂപത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിക്കപ്പെട്ടത്, വിശുദ്ധ ഖുർആനാകുന്ന അല്ലാഹുവിന്റെ കലാം. രണ്ടാമത്തേത്, പൂർവ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള അല്ലാഹുവിന്റെ കലാം. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് അൽ ഹദീസുൽ ഖുദ്സിയ്യ, ഖുദ്സിയായ ഹദീസുകൾ. അവയും അല്ലാഹുവിന്റെ കലാമിൽപ്പെട്ടതാണ് എന്നുള്ളതാണ് മുഹഖ്ഖിഖീങ്ങളായ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെയുള്ള പണ്ഡിതന്മാർ അൽ ഹദീസുൽ ഖുദ്സിയ്യ അത് അല്ലാഹുവിന്റെ കലാമിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ കലാമുകളെ ഇങ്ങനെ 3ആയി വേണമെങ്കിൽ നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഇതിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളതും പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളതുമെല്ലാം അല്ലാഹുവിന്റെ കലാമാണ്. അത് പുസ്തകത്തിൽ നിന്ന്, ആ കിതാബുകളിൽ നിന്ന് നമ്മൾ വായിച്ചാലും ഒരു കാര്യം ഓതുമ്പോൾ നമ്മൾ കേട്ടാലും എല്ലാം നമ്മൾ കേൾക്കുന്നത് അല്ലാഹുവിന്റെ കലാമാണ്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ പാരായണം ചെയ്യുന്നത് അല്ലാഹുവിന്റെ കലാമാണ്. ഒരു ഖുർആൻ ഓതുമ്പോൾ നമ്മൾ കേൾക്കുന്നത് അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹുവിന്റെ കലാം അല്ലാഹുവിന്റെ വിശേഷണമാണ്, അല്ലാഹുവിന്റെ സിഫത്താണ്. അതൊരിക്കലും സൃഷ്ടിയല്ല. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. എന്നാൽ വിശുദ്ധ ഖുർആനിൽ എഴുതാൻ ഉപയോഗിച്ചിട്ടുള്ള മഷിയും അതുപോലെ പാരായണം ചെയ്യുന്ന ആളുടെ ശബ്ദവുമെല്ലാം അതെല്ലാം മഖ്ലൂഖത്താണ്, അതെല്ലാം പടപ്പുകളാണ്. എന്നാൽ അയാൾ പാരായണം ചെയ്യുന്ന കാര്യം, അതുപോലെ എഴുതപ്പെട്ട കാര്യം അതൊരിക്കലും പടപ്പല്ല, അത് അല്ലാഹുവിന്റെ കലാമാണ് എന്നുള്ള കാര്യം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ തീർത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കലാമുകളാണ് ഈ വേദഗ്രന്ഥങ്ങളിലെല്ലാം ഉള്ളത്, ഈ കുത്തുബുകളിലെല്ലാം ഉള്ളത് എന്ന് വിശ്വസിക്കുക. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായിട്ടുള്ള കാര്യം.
ഉലമാക്കൾ പറഞ്ഞു, അൽ കലാമു കലാമുൽ ബാരി വസ്സൗതു സൗതുൽ ഖാരി. വിശുദ്ധ ഖുർആൻ നമ്മളൊരു ഖാരിന്റെ ഓത്ത് കേൾക്കുമ്പോൾ അത് ആ ശബ്ദം ഖാരിന്റെ ശബ്ദമാണെങ്കിലും ആ കലാം അള്ളാഹുവിന്റെ കലാമാണ്. കാരണം സംസാരത്തെ നമ്മൾ ചേർത്ത് പറയുക ആദ്യമായി ആ സംസാരം നടത്തിയ ആളിലേക്കാണ്. അല്ലാതെ ആ സംസാരത്തെ നമ്മളിലേക്ക് എത്തിച്ചു തന്ന ആളിലേക്ക് ഒരിക്കലും ആ സംസാരത്തെ ചേർത്ത് പറയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ്. അത് ജിബ്രീൽ അല്ലാഹുവിൽ നിന്ന് കേട്ടതാണ്. അങ്ങനെ ആ അല്ലാഹുവിന്റെ സംസാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ എത്തിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എത്തിച്ചു തന്നു. ജിബ്രീൽ അല്ലാഹുവിന്റെ സംസാരം റസൂലിന് എത്തിച്ചു കൊടുത്തതുകൊണ്ട് അത് ജിബ്രീലിന്റെ സംസാരമാകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംസാരം നമുക്ക് എത്തിച്ചു തന്നതുകൊണ്ട് അത് റസൂലിന്റെ സംസാരമാകുന്നില്ല. മറിച്ചെല്ലാം ആത്യന്തികമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരത്തെ കേവലം തബ്ലീഗ് ചെയ്യുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. ആത്യന്തികമായി സംസാരം കലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ് എന്നുള്ളതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. അതാണ് ഒന്നാമത്തെ കാര്യം. അഥവാ വിശുദ്ധ ഖുർആനിലാണെങ്കിലും പൂർവ്വ വേദഗ്രന്ഥങ്ങളിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളതെല്ലാം അത് സത്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ്. അതൊരിക്കലും സൃഷ്ടിയല്ല എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം അസ്സാനി അൽ ഈമാനു ബിമാ അലിംന ഇസ്മഹു മിൻഹാ ബിസ്മിഹി. ഈ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് പേരടക്കം നമുക്കറിയാവുന്നതിൽ ആ പേരടക്കം വിശ്വസിക്കണം. ഒരുപാട് ഗ്രന്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ എല്ലാത്തിന്റെയും പേരുകൾ നമുക്ക് അറിയിക്കപ്പെട്ടിട്ടില്ല, നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. ചിലതിന്റെ പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ പേരുകൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളതിൽ ആ പേരടക്കം വിശ്വസിക്കുക എന്നുള്ളത് കുത്തുബുകളിലുള്ള ഗ്രന്ഥങ്ങളിലുള്ള അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതുപോലെ കൽ ഖുർആന് പോലെ വിശുദ്ധ ഖുർആൻ അതിന്റെ പേര് വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത വിശേഷണങ്ങൾ ഖുർആനിനെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട്. അതിലെല്ലാം വിശ്വസിക്കുക എന്നുള്ളത് കിതാബുകളുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. كالقرآن الذي نزل على محمد صلى الله عليه وسلم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ പോലെ والتوراة التي أنزلت على موسى عليه السلام. അതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇറക്കപ്പെട്ടിട്ടുള്ള തൗറാത്ത്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ടിട്ടുള്ളതാണ് തൗറാത്ത്. തൗറാത്ത് എന്ന പേരിലും വേറെ പേരിലും തൗറാത്തിനെ കുറിച്ചുള്ള പരാമർശം ഖുർആനിൽ കാണാവുന്നതാണ്. അതുപോലെ ഇൻജീലില്ലദി ഉൻസില അലാ ഈസ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകപ്പെട്ടിട്ടുള്ള ഇൻജീൽ. വസ്സബൂരില്ലദി ഊതിയഹു ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകപ്പെട്ടിട്ടുള്ള ഇൻജീൽ പോലെ. ഇതിലെല്ലാം ഈ പേര് പറയപ്പെട്ടതിലെല്ലാം ഈ പേരടക്കം വിശ്വസിക്കുക എന്നുള്ളത് വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. എന്നാൽ നമുക്ക് പേര് പറഞ്ഞു തന്നിട്ടില്ലാത്ത, നമുക്ക് പേരറിയാത്ത മറ്റു വേദഗ്രന്ഥങ്ങളുടെ വിഷയത്തിൽ അവയെക്കുറിച്ച് മൊത്തത്തിൽ വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാർക്കും കിതാബുകൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. അതെല്ലാം സത്യമാണ്. അതിലെല്ലാം ഹുദയും നൂറുമെല്ലാമാണ് അടങ്ങിയിട്ടുണ്ടായിരുന്നത്.
എന്ന് വിശ്വസിക്കുക എന്നുള്ളത്, മൊത്തത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്, അതും വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നതിന്റെ ഭാഗമാണ്. മൂന്നാമത്തെ കാര്യം തസ്ദീഖു മാ സഹഹ മിൻ അഖ്ബാരിഹാ കഅഖ്ബാരിൽ ഖുർആനി വഅഖ്ബാരി മാ ലം യുബദ്ദൽ ഔ യുഹറഫ് മിനൽ കുതുബിസ് സാബിഖ. മൂന്നാമത്തെ കാര്യം അഥവാ എപ്പോഴാണ് കുതുബുകളിലുള്ള വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം പൂർണ്ണമാകുക? മൂന്നാമതായി അതിനു വേണ്ടത് തസ്ദീഖു മാ സഹഹ മിൻ അഖ്ബാരിഹാ. ഈ ഗ്രന്ഥങ്ങളിലെല്ലാം വന്നിട്ടുള്ള അഖ്ബാറുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥങ്ങളിൽ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള ഗൈബിയായ അദൃശ്യമായ കാര്യങ്ങൾ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ കാലഘട്ടത്തിൽ, കഴിഞ്ഞുപോയ കാലത്ത് സംഭവിച്ചിട്ടുള്ളതും ഇനി ഭാവിയിൽ വരാനിരിക്കുന്നതുമായ ബന്ധപ്പെട്ടിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഈ വേദഗ്രന്ഥങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നിട്ടുണ്ടോ അവയെല്ലാം സത്യപ്പെടുത്തുക എന്നുള്ളത് ഈ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നതിന്റെ ഭാഗമാണ്. അഖ്ബാരിൽ ഖുർആൻ, ഇതുപോലെ ഖുർആനിൽ വന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ. അതുപോലെ വഅഖ്ബാരി മാ ലം യുബദ്ദൽ ഔ യുഹറഫ് മിനൽ കുതുബിസ് സാബിഖ, അതുപോലെ പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ, തൗറാത്തും ഇഞ്ചീലും പോലെയുള്ള പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള അഖ്ബാറുകളെ സത്യപ്പെടുത്തുക എന്നുള്ളതും നിർബന്ധമാണ്. പക്ഷേ ഇവിടെ പൂർവ്വവേദഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള അഖ്ബാറുകളെ സത്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ചെറിയൊരു വിശദീകരണം ആവശ്യമുണ്ട്. ഒന്നാമതായി, ഈ കിതാബുകളെല്ലാം മുഹറഫാണ്. ഈ പ്രവാചകന്മാരുടെ കാലശേഷം അവരുടെ സമുദായം അതിലേക്ക് പലതും കൂട്ടിച്ചേർത്തു, അതിൽ നിന്ന് പലതും ഒഴിവാക്കി, അവരുടെ ഹവക്കനുസരിച്ച് അതിൽ പല തിരുമറികളും അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേതെല്ലാമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമ്, ഏതെല്ലാമാണ് കൂട്ടിക്കലർത്തപ്പെട്ടത് എന്ന് വേർതിരിക്കുക എന്നുള്ളത് സാധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ വന്നിട്ടുള്ള അഖ്ബാറുകളോട് തഹ്രീഫിന് ശേഷം, കൂട്ടിക്കലർത്തലുകൾ നടന്നതിന് ശേഷം അതിൽ വന്നിട്ടുള്ള അഖ്ബാറുകളോടുള്ള സമീപനം എന്താണ്? അതിൽ നിന്ന് സത്യമാണ് എന്ന് ഉറപ്പുള്ളത് അതിനെ ഒരിക്കലും നമുക്ക് കളവാക്കാൻ കഴിയുകയില്ല. സത്യമാണെന്ന് ഉറപ്പുള്ളത് എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അതിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം, അത് ഖുർആനോ അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സത്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കെന്തു പറയാൻ പറ്റും? അത് സ്ഥിരപ്പെട്ടതാണ് എന്ന് പറയാൻ പറ്റും. ഇനി കൂട്ടിക്കലർത്തപ്പെട്ടതാണ് എന്ന് ഉറപ്പുള്ളതാണെങ്കിൽ അത് തള്ളിക്കളയൽ നിർബന്ധമാണ്. കൂട്ടിക്കലർത്തിയതാണ് എന്ന് ഉറപ്പുള്ളത് എന്ന് നമുക്ക് പറയാനുള്ള വഴി എന്താണ്? ഖുർആനും സുന്നത്തും വ്യക്തമായി അതിനെതിര് പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് അതിൽ കൂട്ടിക്കലർത്തപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ചില അഖ്ബാറുകളുണ്ട്, അതിനെക്കുറിച്ച് ഖുർആനിലോ സുന്നത്തിലോ പ്രത്യേകിച്ച് പരാമർശമൊന്നും വന്നിട്ടില്ല. അതിനെ സത്യപ്പെടുത്താനോ കളവാക്കാനോ നമുക്ക് വകുപ്പില്ല. അത്തരം കാര്യത്തെക്കുറിച്ച് മൗനം ദീക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. കാരണം അത് നമുക്ക് ഇൽമില്ലാത്ത കാര്യമാണ്. അത് സത്യമാണോ കളവാണോ കൂട്ടിക്കലർത്തപ്പെട്ടതാണോ ഒന്നുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ അത്തരം വിഷയത്തിൽ വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നമുക്ക് അറിവില്ലാത്ത കാര്യത്തിന്റെ പിന്നാലെ പോകാൻ പാടില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് വലാ തുകദ്ദിബൂഹു വലാ തുസദ്ദിഖൂ, അതിനെ സത്യപ്പെടുത്താനും പോകണ്ട, കളവാക്കാനും പോകണ്ട. കളവാക്കി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു സത്യത്തെ ആയിരിക്കും കളവാക്കേണ്ടത്. സത്യപ്പെടുത്താൻ പോയാൽ ചിലപ്പോൾ ഒരു കൂട്ടിക്കലർത്തപ്പെട്ട ഒരു കാര്യത്തെ ആയിരിക്കും നമ്മൾ സത്യപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ വിഷയത്തിൽ അഥവാ ഖുർആനിൽ സത്യപ്പെടുത്തുന്നതോ കളവാക്കുന്നതോ ആയിട്ടുള്ള ഒരു പരാമർശവും വന്നിട്ടില്ലാത്ത പൂർവ്വവേദഗ്രന്ഥങ്ങളിലുള്ള അഖ്ബാറുകളാണെങ്കിൽ അവയെക്കുറിച്ച് മൗനം ദീക്ഷിക്കുക എന്നുള്ളതാണ്
നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. എന്നാൽ പൂർവവേദ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അഹ്കാമുകളാണെങ്കിലോ, കർമ്മശാസ്ത്രപരമായ അല്ലെങ്കിൽ അമലിയായ കാര്യമാണെങ്കിലോ, ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് അഖ്ബാറുകളെ സംബന്ധിച്ചാണ്. ഗൈബിയായ ആദ്യകാലങ്ങളിൽ നടന്ന എന്തെങ്കിലും സംഭവം, അല്ലെങ്കിൽ ഭാവിയിൽ വരാനിരിക്കുന്ന വല്ല സംഭവം, അല്ലെങ്കിൽ സ്വർഗവുമായി ബന്ധപ്പെട്ട വല്ലതോ ഗൈബിയായ ഒരു കാര്യത്തെക്കുറിച്ചാണ് അഖ്ബാർ എന്ന് പറയാം. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി പൂർവവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മപരമായ ഒരു കാര്യം, അത് നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ടോ, അല്ല അനുഷ്ഠിക്കേണ്ടതില്ലേ? എന്താണ് നമ്മുടെ നിലപാട്? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് ലഭിച്ചതോടുകൂടി മറ്റുള്ള പൂർവ പ്രവാചകന്മാരുടെ ശരീഅത്തുകളെല്ലാം അത് നസ്ഖ് ചെയ്യപ്പെട്ടു, അത് ദുർബലമാക്കപ്പെട്ടു. പിന്നീട് ഒരിക്കലും തന്നെ ഒരാൾക്കും പൂർവവേദ ഗ്രന്ഥങ്ങളിൽ അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു ചില വേദങ്ങളുടെ ചില ഏടുകളുമായി അദ്ദേഹം വരികയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമുതഹവ്വികൂന ഫീഹാ ഇബ്നുൽ ഖത്താബ്, എന്താണ് ഉമർ, താങ്കൾ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എനിക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള വഹീനെ സംബന്ധിച്ച് താങ്കൾക്ക് വല്ല സംശയവുമുണ്ടോ? വല്ലദീ നഫ്സി ബിയദിഹി ലഖദ് ജിഅ്തുകും ബിഹാ ബൈളാഅ നഖിയ്യ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുള്ളത് വളരെ തെളിഞ്ഞ ഒരു ശരീഅത്തുമായിട്ടാണ്, തെളിഞ്ഞ ഒരു പാതയുമായിട്ടാണ്. വല്ലദീ നഫ്സി ബിയദിഹി ലൗ അന്ന മൂസ കാന ഹയ്യൻ മാ വസിഅഹു ഇല്ല ഇത്തിബാഇ, ഇന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പോലും എന്നെ പിൻപറ്റുകയല്ലാതെ വേറെ മാർഗമുണ്ടായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് അദ്ദേഹത്തിന്റെ മുഖം ചുവപ്പിച്ച് വളരെ രൂക്ഷമായ ശൈലിയിൽ തന്നെ റസൂൽ പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ പൂർവവേദ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കുക, അതിലെന്തൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതൊന്നുമില്ല. കാരണം അവയെല്ലാം ദുർബലമാക്കപ്പെട്ട വിധികളാണ് അതിലുള്ളത്. എന്നാൽ അതിൽപ്പെട്ട വല്ല കാര്യവും ഖുർആനിലോ സുന്നത്തിലോ പരാമർശം വന്നിട്ടുണ്ടെങ്കിൽ, അഥവാ പൂർവവേദ ഗ്രന്ഥങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ പൂർവ സമുദായങ്ങളുടെ വല്ല ശരീഅത്തിനെ കുറിച്ചും സുന്നത്തിലോ ഖുർആനിലോ പരാമർശമുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ടോ, അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്നാമതായി, അത്തരം ശരീഅത്തുകളുടെ വിഷയത്തിൽ ഖുർആനിലും സുന്നത്തിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിന് പിൻബലം നൽകുന്ന നമ്മുടെ ശരീഅത്തിലും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണെങ്കിൽ അതുകൊണ്ട് അമൽ ചെയ്യണം. ഇപ്പൊ നോമ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നമ്മുടെ മുമ്പുള്ള ആളുകളുടെ ശരീഅത്തിലും നോമ്പുണ്ട്, നമ്മുടെ ശരീഅത്തിലും നോമ്പുണ്ട്. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് അമൽ ചെയ്യാം. അതൊരിക്കലും പൂർവവേദ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട ശരീഅത്ത് അല്ലെങ്കിൽ പൂർവ ശരീഅത്തുകൾ കൊണ്ട് അമൽ ചെയ്യാന്നുള്ള നിലക്കല്ല, മറിച്ച് നമ്മുടെ ശരീഅത്തിലും കൂടി അത് വന്നതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ട് അമൽ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗം, രണ്ടാമത്തേത് നമ്മുടെ ശരീഅത്തിൽ അതിനെതിരായി വന്നിട്ടുള്ള പൂർവ ശരീഅത്തുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ശരീഅത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ പഴയകാല ശരീഅത്തുകൾ കൊണ്ട് അമൽ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പാടുള്ള കാര്യമല്ല. അത് നമ്മൾ ഒഴിവാക്കുന്നത് അത് ബാത്തിലായതുകൊണ്ടല്ല, മറിച്ച് അത് മൻസൂഖ് ആയതുകൊണ്ടാണ്. അത്
ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അത് ഹക്കായിരുന്നു. അന്ന് ജീവിച്ചിരുന്ന ആളുകൾക്ക് അതനുസരിച്ച് അമൽ ചെയ്യൽ നിർബന്ധമായിരുന്നു. എന്നാൽ അത് പിന്നീട് ദുർബലമാക്കപ്പെട്ടതിന് പിന്നീട് അതുകൊണ്ട് അമൽ ചെയ്യുക എന്നുള്ളത് പാടുള്ളതല്ല. കാരണം ശരീഅത്തിൽ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ അതിന് വിരുദ്ധമായി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ശൈഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിന് പറയുന്ന ഒരു ഉദാഹരണം, ഇപ്പൊ ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളും നിഷിദ്ധമാക്കിയിരുന്നു. അതൊന്നും നമുക്ക് നിഷിദ്ധമല്ല. വഅലല്ലദീന ഹാദു ഹറംനാ കുല്ല ദീ ളുഹുർ, ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാലിന്റെ വിരലുകൾ, പ്രത്യേകിച്ച് വേർതിരിക്കപ്പെടാത്ത മൃഗങ്ങൾ, കാലിലെ വിരലുകൾ വേർതിരിക്കപ്പെടാത്ത മൃഗങ്ങൾ, ഒട്ടകം പോലെയുള്ളത് അവർക്ക് നിഷിദ്ധമായിരുന്നു. എന്നാൽ നമ്മുടെ ശരീഅത്തിൽ അതിന് വിരുദ്ധമായി നമുക്ക് ഒട്ടകത്തെ കഴിക്കാം, അതുപോലെയുള്ളതിനെ കഴിക്കാം. അതുപോലെ ഓമിനൽ ബക്കരി വൽ ഗനമി ഹറംനാ അലൈഹിം ശുഹൂമഹുമാ ഇല്ലാ മാ ഹമലത് ളുഹൂറുഹുമാ അവിൽ ഹവായ ഔ മഖ്തലത ബിഅദ്മിൻ, അതുപോലെ പശുവിന്റെ ആടിന്റെ ഒക്കെ ശുഹൂമുകളിൽ നിന്ന്, നെയ്യിൽ നിന്ന് ഈ പറയപ്പെട്ടതല്ലാത്തതെല്ലാം അവർക്ക് നിഷിദ്ധമായിരുന്നു. അതിന്റെ മുതുകിലുള്ളത് അല്ലെങ്കിൽ അതിന്റെ എല്ലിനോട് അടുത്ത് നിൽക്കുന്നത്, അങ്ങനെ ചിലതൊഴിച്ച് ബാക്കിയെല്ലാം അവർക്ക് നിഷിദ്ധമായിരുന്നു. എന്നാൽ അതൊന്ന് നമ്മുടെ ശരീഅത്തിൽ നമുക്ക് നിരുപാധികം ഇതെല്ലാം അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഒരാള് ബനൂ ഇസ്രായേലിന്റെ ശരീഅത്ത് അനുസരിച്ച് ഇതൊന്നും പറ്റൂല എന്ന് പറയാൻ ഒരിക്കലും പാടില്ല. കാരണം നമ്മുടെ ശരീഅത്തിൽ നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുള്ള, ദുർബലമാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണതെല്ലാം. അതുപോലെ അവർക്ക് നജസായ ഭാഗം അത് കട്ട് ചെയ്ത് കളയുക എന്നുള്ളതായിരുന്നു അവരുടെ രീതി. നമ്മുടെ ശരീഅത്തിൽ അത് കഴുകി കളഞ്ഞാൽ മതി. അതുപോലെ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ശരീഅത്തിൽ പുതിയതായി വിധി പഠിപ്പിക്കപ്പെട്ടതാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പഴയ മൻസൂഖായ നിയമങ്ങളനുസരിച്ച്, ദുർബലപ്പെടുത്തപ്പെട്ട നിയമങ്ങളനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. ഇനി മൂന്നാമത്തൊരു വിഭാഗമുണ്ട്. അതെന്താണ്? ചില അഹ്കാമുകൾ, ഖുർആനിലും സുന്നത്തിലും എടുത്തു പറഞ്ഞിട്ടുള്ള ചില അഹ്കാമുകൾ, അഥവാ പൂർവഗാമികളായ സമുദായങ്ങൾക്ക് ഇടയിലുണ്ടായിരുന്ന ചില ശരീഅത്തുകൾ, അതിനെ പിന്തുണക്കുന്നതോ അല്ലെങ്കിൽ എതിർക്കുന്നതോ അല്ലെങ്കിൽ അത് നസ്ഖ് ചെയ്യപ്പെട്ടതോ ആയിട്ട് വ്യക്തമായ ദലീലുകൾ നമ്മുടെ ശരീഅത്തിൽ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് അമൽ ചെയ്യൽ നമുക്ക് ബാധ്യതയുണ്ടോ? അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ചകൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ കാണാം. അത് നമുക്കുമുള്ള ശരീഅത്താണെന്ന് പറഞ്ഞവരുണ്ട്, അല്ല എന്ന് പറഞ്ഞവരുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാന്നുള്ളത് ഈ സദസ്സിന് യോജിച്ച കാര്യമല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇതാണ് അഹ്കാമുകളുടെ വിഷയത്തിലുള്ളത്. അഖ്ബാറുകളുടെ വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കുക. അതുപോലെ നാലാമതായി കുതുബുകളിലുള്ള, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ നാലാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, അൽ അമലു ബി അഹ്കാമി മാ ലം യുൻസഖ് മിൻഹാ വൽറിളാ വത്തസ്ലീമു ബിഹി സവാഅൻ ഫഹിംനാ ഹിക്മതഹു അം ലം നഫ്ഹംഹാ വജമീഉൽ കുതുബി السابقة منسوخة بالقرآن العظيم. നാലാമത്തേത് അൽ അമലു ബി അഹ്കാമി മാ ലം യുൻസഖ് മിൻഹാ, ഈ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ, അവയിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അഹ്കാമുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അമൽ ചെയ്യണം. അഹ്കാമുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളും വിലക്കപ്പെട്ട കാര്യങ്ങളും. അതാണ് പ്രധാനമായ അഹ്കാമുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേദഗ്രന്ഥങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ അമലിൽ കൊണ്ടുവരണം. അതുപോലെ വിലക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് വർജിക്കണം.
മാ ലം യുൻസഖ് മിൻഹാ, അതിൽ നിന്ന് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല വിധികൾ ഒഴിച്ചു നിർത്തിയാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിക്മത്തിന്റെ ഭാഗമാണ്. അവനൊരു കാര്യം ശറഅക്കും പിന്നീട് അതിനെ ദുർബലപ്പെടുത്തും. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ ഔ നൻസഖ്ഹ, രണ്ട് ഖിറാഅത്തുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിധി ആദ്യം കൊണ്ടുവരും, പിന്നീട് അതിനെ ദുർബലപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ പ്രവർത്തനങ്ങളിൽ അവന്റേതായ ഹിക്മത്തുകളുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ബോധ്യപ്പെടാം, ചിലപ്പോൾ ബോധ്യപ്പെട്ടില്ല എന്ന് വരാം. നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബലപ്പെടുത്തി അതിനുശേഷം കൊണ്ടുവരുന്ന വിധി അത് പഴയതിനേക്കാൾ ഖൈറായ വിധിയായിരിക്കും. ഔ മിസ്ലിഹ, അല്ലെങ്കിൽ അതുപോലെ ഉള്ള സമാനമായതായിരിക്കാം. നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ. അപ്പൊ ഇത്തരത്തിലുള്ള ദുർബലമാക്കപ്പെട്ട വിധികൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ള വിധികൾ കൊണ്ട് അമൽ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. വർരിളാ വത്തസ്ലീമു ബിഹി, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള ആ വിധികൾ വളരെ തൃപ്തിയോടുകൂടി സ്വീകരിക്കുക, അവക്ക് കീഴൊതുങ്ങുക, ഇതെല്ലാം കിതാബുകളുള്ള വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. കിതാബുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വിധികൾക്ക് കീഴൊതുങ്ങുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ഒരു കാര്യം പഠിപ്പിച്ചാലും അതിന്റെയും വിധി ഇപ്രകാരം തന്നെയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വഅൻസലല്ലാഹു ഇലൈക്കൽ കിതാബ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് തന്നെയാണ് സുന്നത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് തന്നെയാണ് സുന്നത്തും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള അഹ്കാമുകളിലും അതൃപ്തി തോന്നാതിരിക്കുക, അതിന് മുമ്പിൽ പൂർണ്ണമായി അതിന് വഴങ്ങുക എന്നുള്ളത് അത് ഈമാനിന്റെ ഭാഗമാണ്. ഈമാനിൽ പുഴുക്കുത്തുള്ള ആളുകൾക്ക് മാത്രമേ അതിന് പ്രയാസം ഉണ്ടാകുകയുള്ളൂ. സവാഉൻ ഫഹിംന ഹിക്മതഹു അം ലം നഫ്ഹംഹ, ചിലപ്പോൾ ചില അഹ്കാമുകളുടെ ഹിക്മത്ത് നമുക്ക് മനസ്സിലാകും, ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും. എല്ലാത്തിന്റെയും ഹിക്മത്ത് മനസ്സിലായിട്ട് മാത്രം ചെയ്യുക എന്നുള്ളത് അത് ഈമാനുമായി പൊരുത്തപ്പെട്ടു പോകാത്ത കാര്യമാണ്. കാരണം എല്ലാത്തിന്റെയും യുക്തി മനസ്സിലായതിനു ശേഷം അത് കുഴപ്പമില്ലാത്ത കാര്യമാണ് എങ്കിൽ സ്വീകരിക്കാം. അത് ഈമാനിന്റെ മുക്തള, ഈമാനിന്റെ തേട്ടം അതല്ല. മറിച്ച് ഈമാനിന്റെ തേട്ടം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതുകൊണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഈമാനിന്റെ തേട്ടം. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് അതിലടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഹിക്മത്തുകളെ കുറിച്ച് പഠിക്കാം. അതിനൊന്നും കുഴപ്പമില്ല, നമ്മൾ ഈമാൻ വർദ്ധിക്കാൻ ചിലപ്പോൾ നമുക്ക് കാരണമാകും. പക്ഷെ അടിസ്ഥാനപരമായി നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇതില് അള്ളാഹുവിന്റെ വിധികളെ നമ്മൾ സ്വീകരിക്കുള്ളൂ എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഇന്ന് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. പൊതുവെ ആളുകൾ പല കാര്യങ്ങളും അത് ശാസ്ത്രീയമായി പരിശോധിച്ച് അത് ഗുണപരമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് ഭയങ്കര ആവേശത്തിൽ സ്വീകരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനിന്റെ ഇൻതിലാഖ്, ഒരു മുഅ്മിന് ഒരു അമലിന് അവനെ പ്രേരിപ്പിക്കേണ്ടത് ആ കാര്യത്തിലുള്ള ഭൗതികമായ അല്ലെങ്കിൽ ശരീരത്തിന് ലഭിക്കുന്ന ഗുണമല്ല ഒരു അമൽ ചെയ്യാൻ വേണ്ടി ഒരു മുഅ്മിനെ പ്രേരിപ്പിക്കേണ്ടത്. നമുക്ക് ഉറപ്പുള്ള കാര്യമുണ്ട്, ഹകീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ശറഅക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരിക്കലും നമ്മുടെ ഫിത്രത്തിന് യോജിക്കാത്ത, അതുപോലെ നമ്മുടെ മസ്ലഹത്തിന് യോജിക്കാത്ത കാര്യം ഒരിക്കലും ഉണ്ടാകില്ല. ശൈഖ് ഇബ്നു സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീഅത്ത് രണ്ട് കാര്യങ്ങളിലാണ് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. ഒന്ന് പൂർണ്ണമായും മസ്ലഹത്തുള്ള കാര്യങ്ങൾ, അതാണ് ഒന്നല്ലെങ്കിൽ ശരീഅത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ മസ്ലഹത്ത് റാജിഹത്തായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹൈറായിരിക്കും അതിലുണ്ടാവുക. ചിലപ്പോൾ ചില ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും, ചില മഫ്സദത്ത് അതിലുണ്ടെങ്കിൽ കൂടി
മസ്ലഹത്തായിരിക്കും അതിൽ കൂടുതലായി ഉണ്ടാകുക. ഇത്തരം കാര്യങ്ങൾ മാത്രമേ ശരീഅത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മൊത്തത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ കൂടി എല്ലാ കാര്യത്തിന്റെയും മസ്ലഹത്ത് പരിശോധിച്ച് ബോധ്യപ്പെട്ട് ലാബിൽ കൊണ്ടുപോയി അതിന്റെ പരീക്ഷണം തെളിഞ്ഞതിന് ശേഷം മാത്രമേ അതുകൊണ്ട് അമല് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഈമാനിന്റെ മുക്തളക്ക് തേട്ടത്തിന് യോജിച്ച കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. وجميع الكتب السابقة منسوخة بالقرآن العظيم. പൂർവ്വവേദ ഗ്രന്ഥങ്ങളെല്ലാം വിശുദ്ധ ഖുർആൻ വന്നതോടുകൂടി അത് മൻസൂഖത്തായി. നമ്മൾ പറഞ്ഞല്ലോ, അതിലെ വിധികളെല്ലാം ദുർബലമാക്കപ്പെട്ടു. പിന്നീട് ഒരിക്കലും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് മോക്ഷം നേടിയെടുക്കാൻ സാധ്യമല്ല. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാർക്കും വ്യത്യസ്ത ശരീഅത്തുകൾ നൽകിയിട്ടുണ്ട്. ചില പ്രവാചകന്മാർ അതിനു മുമ്പ് വന്നിട്ടുള്ള ചില പ്രവാചകന്മാരുടെ അതേ ശരീഅത്ത് ഫോളോ ചെയ്ത ആളുകളുമുണ്ട്. എന്നാൽ ഒരുപാട് പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത ശരീഅത്തുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അമ്പിയാക്കന്മാരെല്ലാവരും യോജിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു മആശറൽ അംബിയാ ഇഖ്വത്തുൽ ലഅല്ലാത്ത്. ഞങ്ങൾ അമ്പിയാക്കന്മാരെന്ന് പറഞ്ഞാൽ ഒരു ഉപ്പയുടെ വ്യത്യസ്ത ഭാര്യമാരിലുള്ള മക്കളെ പോലെയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ദീൻ ഒന്നാണ്. അഥവാ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചിട്ടുള്ള ഉസൂലുൽ അഖായിദ് അതെല്ലാം ഒന്നാണ്. അതിൽ അമ്പിയാക്കന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. വശറായിഉനാ മുഖ്തലിഫ. ഞങ്ങളുടെ ശരീഅത്തുകൾക്കിടയിൽ വ്യത്യാസമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഥവാ അമ്പിയാക്കന്മാർക്കിടയിലുള്ള അവർക്ക് ഓരോ കാലഘട്ടത്തിൽ നൽകപ്പെട്ടുള്ള ശരീഅത്തുകൾ ആ കാലഘട്ടത്തിന് യോജിച്ച ശരീഅത്തുകളായിരുന്നു. പലപ്പോഴും ആ കാലഘട്ടത്തിന് ശേഷം പലപ്പോഴും അത് അനുയോജ്യമല്ലാത്തത് കൊണ്ട് തന്നെ ശരീഅത്തുകളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടുള്ള ശരീഅത്ത് അത് അന്ത്യനാൾ വരെയുള്ള എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള, ഒരിക്കലും മാറ്റം വരുത്തേണ്ടതില്ലാത്ത ശരീഅത്താണ്. ആ ശരീഅത്താണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അത് ഏറ്റവും അക്മലായ, ഏറ്റവും പൂർണ്ണമായ ശരീഅത്താണ്. ഏറ്റവും സംഹായ, ഏറ്റവും ലളിതമായ ശരീഅത്താണ്. ഏറ്റവും കുറഞ്ഞ പ്രവർത്തനത്തിന് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ശരീഅത്താണ്. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാർക്ക് ഇറക്കിയിട്ടുള്ള കുതുബുകളിൽ വിശ്വസിക്കേണ്ടത് പ്രകാരം വിശ്വസിക്കുന്ന അവന്റെ മുഅ്മിനീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين وأذل الشرك والمشركين وأذل الشرك والمشركين وأذل النفاق والمنافقين وأذل النفاق والمنافقين وأذل النفاق والمنافقين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم صل وسلم وبارك على محمد وعلى آله وصحابته أجمعين والحمد لله رب العالمين.